കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. KSU SFI പ്രവർത്തകർ നൽകിയ പരാതികളിലാണ് കേസ്. SFI പ്രവർത്തകർക്കെതിരെ 2 കേസുകളും KSU പ്രവർത്തകർക്കെതിരെ 1 കേസുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 19 SFI പ്രവർത്തകർക്കെതിരെയും 19 KSU പ്രവർത്തകർക്കെതിരെയും കേസുകളിൽ പ്രതി ചേർത്തു. വിവരങ്ങളുമായി രാഹുൽ ചേരുന്നു. രാഹുൽ, ഇത് കലോത്സവമാണ്, പക്ഷേ കലാപോത്സവമായി പോയി. വർഷങ്ങളായി നിരന്തരം പരാതികൾ ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് ഈ സർവകലാശാല യുവജനോത്സവം എന്ന് പറയുന്നത്. എന്തായിരുന്നു അവിടെ ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്? സർവകലാശാല കലോത്സവത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന പോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് ഒപ്പന നടക്കുന്ന വേദി ഒന്നിലേക്ക്, സെനറ്റ് ഹാളിൻ്റെ ആ വേദിക്ക് തൊട്ട് താഴെ ഈ പറയുന്ന പ്രതിഷേധം, ഒപ്പന മത്സരം നടക്കുമ്പോൾ ആ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ പറയുന്നത് പോലെ KSU ആണ് പ്രതിഷേധവുമായി എത്തിയത്. അവർ ഉന്നയിച്ച കാര്യം, ഈ KSU അനുഭാവമുള്ള അല്ലെങ്കിൽ KSU ഭരിക്കുന്ന കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവർ SFI മർദ്ദിക്കുന്നു. സംഘാടക സമിതിയിൽ പോലും ആ വ്യക്തികളുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് നടപടിയില്ല എന്നുള്ള തരത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ KSUയോടെ ഈ പറയുന്ന പോലെ ഒരു പ്രതിഷേധവുമായി എത്തിയത്. അത് ഈ പറയുന്ന വേദി ഒന്നിലെ മത്സരം തടഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് 19 KSU പ്രവർത്തകരെ ഈ പറയുന്ന മത്സരത്തിന് നടത്തിപ്പ് അലങ്കോലപ്പെടുത്തി എന്നുള്ള രീതിയിൽ കേസ് വന്നിരിക്കുന്നത്. എന്നാൽ KSUവിൻ്റെ പരാതി, അതായത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് SFI പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചു എന്ന പരാതിയിലും 19 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്നത് പോലെ മോത്തി ആദ്യം സൂചിപ്പിച്ചതുപോലെ കലാപരിപാടികൾ നടക്കുമ്പോഴാണ് ഈ വേദിക്ക് പുറത്ത് ഇതെല്ലാം നടക്കുന്നത്. ഇത് കലാപ്രതിഭകളുടെ മനോവീര്യം കെടുത്തുന്ന നിലയിലേക്കാണ് പോകുന്നത്. സംഘാടനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതിയുള്ളത് മത്സരങ്ങൾ വൈകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ദിവസം പോലും താമസിച്ച് തുടങ്ങുന്ന രീതിയിലേക്ക് മത്സരങ്ങൾ, മൈമ് പോലെയുള്ള മത്സരങ്ങൾ ഇവിടെ നടന്നു. എങ്ങനെയായാലും കണ്ടോൺമെൻറ് പോലീസാണ് ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെയും KSU പ്രവർത്തകരെതിരെയും കേസെടുത്തിട്ടുള്ളത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിൽ പോലും നടത്തിപ്പിനെ ഇത് വല്ലാതെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ.